ഇത് കൊറേ അങ്ങ് പോണേ ബസി. വണ്ടി വിട്ടു. രംഗതിര പോയിന്റ് വാക്കിംഗ് ട്രാക്ക്. ഹായ് കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ന്യൂസിലാൻഡിലെ ടോപ്പറിലുള്ള അതിമനോഹരമായ ഒരു കൊച്ചു കാടിന്റെ കുറച്ച് ചിത്രങ്ങളാണ്. അപ്പം ഞങ്ങൾ ഇതുപോലെ ഒരു വീക്കെൻഡ് ഞങ്ങൾക്ക് ഫ്രീ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് കാട്ടിക്കൂടി ഇങ്ങനെ സഞ്ചരിച്ച് അങ്ങനെ പോകുന്ന അതിമനോഹരമായ കുറെ കാഴ്ചകളൊക്കെ ഒപ്പിയെടുത്തിട്ടുള്ള ഒരു രസകരമായ വീഡിയോയാണ് ഞാൻ നിങ്ങളേക്ക് ഇന്ന് കാണിച്ചു തരുന്നത്. മെയിനായിട്ടും ഇത് നമ്മുടെ ടോപ്പോ ലേക്കിലേക്ക് പോകുന്ന ഒരു വഴിയാണ്, കാടിനുള്ളിൽ കൂടിയുള്ള വഴി. വളരെ രസമുള്ള ഒരു കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. എഡ്വിനും എഡ്രിക്കും ഒക്കെ ശരിക്കും എൻജോയ് ചെയ്തു, കാരണം കുറച്ചധികം നടക്കേണ്ടി വന്നു, ചാടാൻ പറ്റി, ഓടാൻ പറ്റി. പിന്നെ നാട്ടിലെ പോലെയൊന്നുമല്ല, ഇവിടെ പാമ്പോ പഴുതാരയോ പല്ലിയോ കൊല്ലിയോ ഒന്നുമില്ല. അതുകൊണ്ട് പേടിയൊന്നുമില്ല, ധൈര്യമായിട്ട് നമുക്കങ്ങനെ അങ്ങ് പോകാം. എഡ്രിക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഇതൊരു നമ്മുടെ ഒരു ചെറിയൊരു അഡ്വഞ്ചർ ട്രിപ്പാണ് കേട്ടോ, ഒരു യാത്രയാണ്. നമ്മൾ ഇതിലേക്കൂടി ചാടി ഇറങ്ങിയെങ്കിലേ ഉള്ളൂ നമുക്ക് ലേക്കിലേക്ക് പോകുള്ളൂ. അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് പകച്ചു നിന്നു, വേണോ വേണ്ടെന്ന്. അപ്പൊ ആദ്യം ഞാൻ തന്നെ അങ്ങ് ഇറങ്ങി. ഞാൻ രണ്ടും കളിപ്പിച്ചങ്ങ് ഇറങ്ങി ഇതേ പിള്ളേരെ ഞാൻ വിളിച്ചു, എഡ്വിനെ വാടാ, എഡ്രിക്ക വാടാ, പ്ലസ് വാടി. അവരൊന്ന് പേടിച്ച് വിറച്ച് നിന്ന് പുറകോട്ട് വലിഞ്ഞ് മുമ്പോട്ട് വന്നു. പിന്നെ ഞാൻ ആദ്യം ഇറങ്ങി നിന്നതുകൊണ്ട് അപ്പ ഇറങ്ങി, ഇനി കുഴപ്പമില്ല എന്ന രീതിക്ക് ഇതേണ്ട നമ്മുടെ പൊന്നാരപുത്രൻ ഇറങ്ങി വരുവാൻ പോവുകയാണ്. ഇതാ കൈ നീട്ടി വിളിക്കുന്നു. അവൻ പയ്യെ നൈസായിട്ട് ഇതാ ചേട്ടനാ തന്നെ ആദ്യം ഇറങ്ങി വരികയാണ്. ചേട്ടന്റെ പാത പിന്തുടർന്ന് അനിയനും പുറകെ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ പേടി കണ്ടിട്ട് അവന്, കാരണം പേടിക്കും, കാരണം അത് അങ്ങനെയാണ്, കുറെ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്ന സ്ഥലമല്ലേ, ഒന്ന് പേടിക്കും. പിള്ളേർക്ക് അങ്ങനെ പരിചയമൊന്നുമില്ലല്ലോ. അപ്പൊ ഞങ്ങൾ അതങ്ങനെ ഇറങ്ങി നേരെ അങ്ങ് പോകുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയിലേക്കാണ് കേട്ടോ. ഇത് കല്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഒരുതരം ഉരുളൻകല്ലുകളൊക്കെയാണ്. അത് ഇടിഞ്ഞ് എന്തോ മരം വീണോ എന്താണെന്നറിയില്ല, അവിടുത്തെ അത്രയും ഭാഗത്തെ മണ്ണ് പൂർണ്ണമായിട്ടും ഒരുതരം നശിച്ച് അവിടെ ഇടിഞ്ഞ് പൊളിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്ലസ് പിന്നെ പയ്യെ മന്ദം ഇറങ്ങി വരുന്നുണ്ട്. ഇല്ല, ഇവർക്ക് പേടി ഉണ്ടാവും, കാര്യം അങ്ങനെയാണത്. എട്ടരയ്ക്കൊക്കെ പകുതി കഴിഞ്ഞപ്പോ പുള്ളിക്ക് സന്തോഷമായി, ഞാനവിടെ എത്തിയില്ല, അയ്യോ ഞാൻ പ്ലസ് വരുന്നുണ്ട്, എന്റെ ദൈവമേ. കാലെ പിടിച്ച് നിർത്തിയത് കൊണ്ട് അവളവിടെ നിന്നു, അല്ലെങ്കിൽ ഇപ്പൊ അവിടെ അലച്ചം കെട്ടി വീണ പണി കിട്ടിയാനെ. നോക്കണേ, ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് എന്താന്ന്. വാവ്, അമ്പ സീനറി ആട്ടാ. എഡ്വിൻ അവിടെ നിന്ന് ഓരോ കല്ലൊക്കെ പറക്കി എടുത്തിട്ടുണ്ട്. മോനെ, ചെറിയ വഴിധാരകള്, അടിപൊളി, ഒരു 50 സീനാണ്. വന്നു മോനെ. വാവ്, സോ ബ്യൂട്ടിഫുൾ. ഈ ടോപ്പ് ലേക്കില് ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ ഉണ്ട് കേട്ടോ. അത് ബോട്ടിങ്ങും നമ്മുടെ കയാക്ക്, അതായത് നമുക്ക് തന്നെ തുഴഞ്ഞു പോകാവുന്നതാണ്, കയാക്ക് എന്ന് പറയും. വളരെ രസമുള്ള യാത്രയാണ് കേട്ടോ. അതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. പിന്നെ നമുക്കത്ര താല്പര്യമൊന്നുമില്ല, അതിലേക്ക് ഇറങ്ങും പോകും, എന്നാലും ഇപ്പം ഇല്ല. ആ കാണുന്നത് കണ്ട, അതൊരു മൗണ്ടൻ, എന്താണ് നമ്മുടെ വോൾക്കാനോ കേട്ടോ, വോൾക്കാനോ മൗണ്ടനാണ്. അത് തൊട്ടപ്പുറത്ത് സ്നോ മൗണ്ടനും ഉണ്ട്. അതിപ്പം ആക്റ്റീവ് അല്ല കേട്ടോ, അത് ന്യൂട്രലാണ് നിലവിൽ. പിന്നെ ലേക്കിന്റെ ഉള്ളിലും ഒരു വലിയ വോൾക്കാനോ ഉണ്ട്, അത് ന്യൂട്രലാണ് നിലവിൽ. ലോകത്തിൽ തന്നെ 2ാമത്തെ വലിയ ലേക്കാണെന്നാണ് എൻ്റെ ഒരു ധാരണ, അങ്ങനെയെന്നാണ് കേട്ടേക്കുന്നത്. അത്രയും വലിയ ലേക്കാണിത്, ഒരു കടല് പോലെയാണ് ഈ ലേക്ക്. കണ്ട തിരമാലകൾ വരുന്ന കണ്ട, അതായത് കടലിന്റെ ഫീലിങ്സ് എല്ലാം നോക്കിക്ക്. ഈ കല്ലുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് ഈ കല്ലുകളൊന്നും വെള്ളത്തിൽ താന്നു പോവുകയില്ല. കണ്ടോ, അയ്യോ അത് താന്നു പോയില്ല. ഈ കല്ലാണ് കേട്ടോ, ഇത് താന്നു പോത്തില്ല, നോക്കിക്കണേ, കണ്ട തൂങ്ങിക്കിടക്കുന്നത് കണ്ട, തീരെ ഭാരക്കുറവാണ്. ഇതൊക്കെ വോൾക്കാനിക് എറപ്ഷനിൽ സംഭവിച്ച കല്ലുകളാണ്.
എഡ്വിനും എഡ്രിക്കും വാശിയോടെയാണ് കല്ലൊക്കെ എടുത്ത് ലേക്കിലേക്ക് എറിയുന്നത്. നോക്കിക്കേ, വെയിറ്റ് ഇല്ല. അയ്യോ, വലിയ വലുതാന്ന് തോന്നും, പക്ഷെ അത്രയും ഭാരമില്ല കല്ലിന്. അതാ പ്രത്യേകത. പക്ഷെ നല്ല ഹാർഡാണ് കേട്ടോ. ബ്ലസ്സിയുടെ തലയൊക്കെ സൂക്ഷിക്കണേ മോളെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഞങ്ങള് കാട്ടിക്കൂടി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. എഡ്വിൻ മുന്നേ ഓടുക, കാരണം ഇവിടെ ഒന്നും ഇല്ലല്ലോ. സിംഹോ പുലിയോ കടുവയോ കാട്ടുപോത്തോ പന്നി ഒരു സാധനം ഇല്ലല്ലോ. അങ്ങനെ എഡ്വിൻ രാജാവായിട്ട് എങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കാട്ടിക്കൂടി. അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്ത്, ഞാൻ വഴി കാണിച്ചു തരാം, അപ്പ അതിന്റെ പുറകെ പോരും എന്നൊക്കെയാ പറയുന്നത്. എഡ്രിക്ക് പിന്നെ ചേട്ടായി പോണ വഴിയെ കൂടി ഞങ്ങൾ എഡ്രിക്ക് ഇങ്ങനെ പയ്യെ പോകുന്നുണ്ട്. ബ്ലസ്സിയമ്മ പുറകെ മന്ദം മന്ദം വെച്ച് കണ്ടിട്ടുണ്ട്. കാഴ്ചകളൊക്കെ ഉണ്ട്, ആദ്യമായിട്ട് കാടൊക്കെ കാണുന്നത്. അങ്ങനെ അത് എലിപ്പെട്ടിയാ എന്ന് തോന്നുന്നു, പക്ഷെ എലിപ്പെട്ടി അല്ല അത്. അതാണ് നമ്മുടെ ഇവിടെ പോസം ഉണ്ട്, പോസത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ള പെട്ടിയാണ്. അതിവിടെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഈ നമ്മുടെ ന്യൂസിലാൻഡ് ഗവൺമെന്റ് എന്തോ ഒരു തരം ഇതിനായിട്ട് കൊണ്ടുപോകുന്നതാണ് പോസത്തിനെ. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വർദ്ധിച്ചു. ഇപ്പൊ അത് ശല്യമായിട്ടിരിക്കുവാണ്. അപ്പൊ അതിനെ പിടിക്കാൻ വേണ്ടി എരിപ്പെട്ടി പോലെ കുറെ പെട്ടിയൊക്കെ കാട്ടി വെച്ചിട്ടുണ്ട്. എന്നാൽ അത് അതുപോലെ വർദ്ധിച്ചിരിക്കുക. പോസം എന്ന് പറയുന്നത് എലിനെ പോലെ തന്നെ ഇരിക്കും കണ്ട ഏകദേശം. എഡ്വിൻ ചാടിയും ഓടിയും ഒക്കെ അങ്ങനെ ആസ്വദിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എഡ്വിൻ കിളി. എഡ്വിൻ കുട്ടാ നോക്കി. ചാടുന്നത് കല്ലേ ഉള്ളു. അയ്യോ, സൂക്ഷിച്ച്. എഡ്രിക്ക് വീടില്ലട്ടോ. എഡ്രിക്ക് പയ്യെ പോയാൽ മതി. എഡ്രിക്ക് അവിടെ നിൽക്കി, എഡ്രിക്ക് അവിടെ നിൽക്കി. എനിക്ക് അപ്പയ്ക്ക് അറിയാം. എഡ്വിൻ കുട്ടാ ഡാ വന്നേ, ഒത്തിരി സ്പീഡിൽ പോകണ്ട, അവിടെ നിൽക്കി. കാര്യം കല്ലുണ്ടേ, കല്ല് കൊച്ചു വീണ് കഴിഞ്ഞാൽ കൊച്ചിന് കാലൊക്കെ പൊട്ടും കേട്ടോ. കാലും കൈയും പൊട്ടും. ഓക്കെ, സൂക്ഷിക്കണം കേട്ടോ. ഒരു കൺട്രോൾ ഇല്ലാണ്ട് ഓടിപ്പോരുത്. അല്ലേ എഡ്രിക്കേ? എന്നാടാ, എന്നാ എഡ്രിക്കേ? നമ്മളെത്തുമ്പത്തേക്ക് സമയം കുറെ ആവൂടാ. അതെ അതെ. ഇവിടെ ഒരു സൈൻ ഉണ്ടടി, ഈ മരത്തെ കൊടുത്തേക്കുന്ന സൈൻ കണ്ടോ? ഡയറക്ഷൻ ആട്ടോ അത് കൊടുത്തേക്കുന്നത്. വെങ്കതിര. ഹലോ ടിഷ്യൂ വെച്ച്. നീ അവിടെ ഇത് കണ്ടോ പ്ലസി? വെള്ളം കയറി കിടന്നതിൻ്റെ ഞാൻ തോന്നുന്നു. അവിടെ പായൽ പോലെ കണ്ടോ? വാ ഇതല്ലേ വാ. ഞങ്ങൾ പണ്ട് ഇവിടെ ഈ ഗുഹയ്ക്കകത്തേക്ക് ഉണ്ടല്ലോ, ഞങ്ങൾ നേരത്തെ കയറിയിട്ടുണ്ടടി ബ്ലസി. ഇതിനകത്ത് കയറിപ്പോ, നമുക്ക് കയറിപ്പോകാം വാ. പിന്നെ ഇതൊരു ഗുഹയാണ് കണ്ടോ? കണ്ട, ഇതൊരു വലിയ ഗുഹയാണ്. കണ്ട നിഗൂഢമായ ഒരുപാട് സത്യങ്ങൾ ഒളിച്ചിരിക്കുന്ന അതിമാരകമായ ഗുഹയാണിത്. ആരുമില്ല ഇതിൻ്റെ അകത്ത്. കൊച്ചു ഗുഹയെ കയറിയിട്ടില്ലെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതിനിഗൂഢമായ ഒരുപാട് സത്യങ്ങൾ ഒളിച്ചിരിക്കുന്ന. ഇത് കൊറേ അങ്ങ് പോണടി ബസി.
വണ്ടി വിട്ടു. നിങ്ങളെ പേടിച്ച് രാത്രി വരാൻ പറ്റൂ. ഇങ്ങോട്ട് വന്നേ. അപ്പൊ ഇങ്ങോട്ട് സ്ഥലമുണ്ട്. ബാ ഇങ്ങോട്ട് പോ, നമുക്ക് ഈ വഴിക്ക് പോകാം. ബാ ഇതാ നമ്മുടെ വഴി. വാടാ വാടി. ഞാൻ പോയി നോക്കിക്കോട്ടെ സാറേ. പൊടിച്ച് കേറിക്കോ. ഇതിപ്പോ ഈ വഴിയാണോ ആ വഴിയാണോ? വഴി തെളിഞ്ഞിട്ടില്ലല്ലോ. എടാ നിക്ക, എഡ്വിൻ കൂടെ നിക്കണം ഒരു മിനിറ്റ്. ഇഷ്ടപ്പെടുന്ന സ്ഥലമുണ്ട്. അപ്പൊ ഉപ്പൻതാടിയാണത്. ആ ഉപ്പന്നാടി പോയി. ഉപ്പന്നാടി അങ്ങോട്ടാ നീ പോണ്ടേപ്പാ. ആ വഴിക്കൊക്കെ പൊക്കോ. അമ്മ ആദ്യം പോ നോക്കട്ടെ. അതല്ല ആ വഴിയല്ല, ആ വഴിയല്ല, അങ്ങോട്ട് വാ. അവിടെ ഒരു ഗുഹയുണ്ട്, ഈ വഴി വാ. വാ ബോഗിയുണ്ട്. വാടാ ഇങ്ങോട്ട് വാടാ, എഡ്വിൻ കൂട്ടർ ഇങ്ങോട്ട് വാ. ഒരു മിനിറ്റ്, ഈ വഴി തെറ്റിപ്പോയി എനിക്ക്. അവരുടെ വീട് ഇപ്പൊ വിട്ടുപോയെന്നേ ഉള്ളൂ. ആ റൈറ്റിലേക്ക്. റൈറ്റ് അല്ല എടാ, വെയിറ്റ് ചെയ്തേ. അപ്പൊ നോക്കട്ടെ അങ്ങോട്ട് വഴിയുണ്ടോ? ഇല്ലല്ലോ. ആ ഇങ്ങോട്ട് വഴിയില്ല, അപ്പൊ ഇങ്ങോട്ട് പോട്ടെ, റൈറ്റ് പോട്ടെ. 2-3 മണിക്കൂർ ഒരു സ്പോട്ട് നമ്മൾ അതൊക്കെ സൂപ്പർ സ്പോട്ട് വേറെ ഉണ്ട്. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് പോയത് അവിടെ. ഇങ്ങോട്ടോ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് സീ ലെവലായി. ഏത് ലേക്കിന്റെ ലെവലിലെത്തി. വാവ്, അന്യായ സീൻ, അടിപൊളി. ഓ രക്ഷയില്ല. ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. നമുക്ക് വെള്ളത്തിന് അടുത്തിട്ട് വരെ കാണാം. ഹലോ എഡ്രിക്. ഹലോ എഡ്വിൻ. ഹായ് എഡ്വിൻ. ഓ അന്യായ സീനല്ലേ. ഓ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇത്രയും മനോഹരമായിട്ട് ഞാൻ ഒരു കാര്യം പറയില്ല, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോക്കി ആ മലയുടെ മേളിലൊക്കെ വീടുണ്ട്, അതാണ് ഒരു പ്രത്യേകത. അതൊക്കെ നല്ല ഫണ്ണിയാണോ ഇത്? Are you happy? Are you happy? ഇതിൽ എങ്ങനെയാ വെള്ളം വന്നത്? അങ്ങനെ ഗേസ്, അങ്ങനെ മനോഹരമായ ഞങ്ങളുടെ യാത്ര അങ്ങനെ തീരുകയാണ്. അടുത്ത ഒരു യാത്രയിൽ വീണ്ടും കാണാം.